ആലപ്പുഴ കാളർകോട് വാഹനാപകടത്തിൽ മരിച്ച മുഹമ്മദ് അബ്ദുൽ ജബ്ബാറിന് നാട് വിട ചൊല്ലാൻ ഒരുങ്ങുകയാണ്. എൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പതിനായിരക്കണക്കിന് ജനങ്ങൾ ഈ കണ്ണൂരിലെ വീട്ടിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. അല്പനിമിഷങ്ങൾക്കകം സജോ ദേവസി കൂടി നമുക്കൊപ്പം ചേരും. സജോ, വളരെ വീർപ്പ് മുട്ടി നിൽക്കുന്ന ജനങ്ങളെയാണ് കാണാൻ കഴിയുന്നത്. വേദനയോടെ ഒരു മടക്കത്തിന് നാട് തയ്യാറെടുക്കുകയാണ്. അബ്ദുൽ ജബ്ബാറിൻ്റെ മൃതദേഹം എത്തിയതിനു ശേഷം അവിടെ അവസ്ഥ വളരെ സങ്കടകരമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിവരങ്ങൾ? SKN വളരെ വൈകാരികമായ മുഹൂർത്തങ്ങൾക്കാണ് കണ്ണൂർ മാട്ടൂലിലെ മുഹമ്മദ് അബ്ദുൽ ജബ്ബാറിൻ്റെ നാട് സാക്ഷ്യം വഹിക്കുന്നത്. ആ വേർപാടിൻ്റെ വേദന താങ്ങാനാവാതെ നെഞ്ചുപൊട്ടി നിൽക്കുന്ന അനേകം മനുഷ്യരെ ഇവിടെ കാണാം. അവരുടെ കുടുംബാംഗങ്ങൾ, നാട്ടുകാർ, ബന്ധുക്കൾ, മുഹമ്മദ് അബ്ദുൽ ജബ്ബാറിൻ്റെ സഹപാഠികളായിരുന്നവർ, സുഹൃത്തുക്കളായിരുന്നവർ, അങ്ങനെ അനേകം മനുഷ്യരുണ്ട്. വിട നൽകാൻ നൂറുകണക്കിന് ആളുകളാണ് ഈ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് യഥാർത്ഥത്തിൽ ആലപ്പുഴയിലേക്ക് മുഹമ്മദ് അബ്ദുൽ ജബ്ബാർ മടങ്ങിപ്പോയത്. പുതിയ വീടിൻ്റെ ഗൃഹപ്രവേശം, പുതിയ വീട് നിർമ്മിച്ചിട്ട് 2 മാസം മാത്രമേ പൂർത്തിയാകുന്നുള്ളൂ. ആ ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തതിൻ്റെ സന്തോഷമൊക്കെ പങ്കുവെച്ച് ആണ് മടങ്ങിപ്പോയത്. അവിടുക്കനായ ഒരു വിദ്യാർത്ഥി, സൗമ്യനായ ഒരു വിദ്യാർത്ഥി, നേരത്തെ തന്നെ ഡോക്ടറാകണമെന്ന് സ്വപ്നം കണ്ട വിദ്യാർത്ഥി, അങ്ങനെ ആദ്യ ശ്രമത്തിൽ തന്നെ നീറ്റ് പരീക്ഷ പാസ്സായി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടിയ ഒരു വിദ്യാർത്ഥി, അങ്ങനെ അങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ ബാക്കിയാക്കിക്കൊണ്ടാണ് അപ്രതീക്ഷിതമായി അകാലത്തിൽ വിടവാങ്ങിപ്പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് മുഹമ്മദിൻ്റെ പിതാവ് അബ്ദുൽ ജബ്ബാർ സൗദിയിലെ പ്രവാസിയാണ്. വിയോഗ വാർത്ത അറിഞ്ഞാണ് അദ്ദേഹം നാട്ടിലേക്ക് എത്തിയത്. നേരെ കൊച്ചിയിൽ വിമാനമിറങ്ങി പിന്നീട് ആലപ്പുഴയിലേക്ക് പോവുകയും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തുകയുമായിരുന്നു. അബ്ദുൽ ജബ്ബാർ ഫാസില ദമ്പതികളുടെ മകനാണ് മുഹമ്മദിൻ്റെ ഇരട്ട സഹോദരനടക്കം 3 സഹോദരങ്ങൾ കൂടിയുണ്ട്. അവരൊക്കെ ഈ വേദന താങ്ങാനാകാതെ ഇവിടെ അങ്ങേയറ്റം വൈകാരികമായി നമ്മൾ കാണുന്നു. ഒപ്പം കുടുംബാംഗങ്ങൾ, നാട്ടുകാർ, അങ്ങനെ ജനപ്രതിനിധികളടക്കമുള്ളവർ അന്തിമോപചാരം അർപ്പിക്കുകയാണ്. പൊതുദർശനം എന്ന നിലയ്ക്ക് അന്തിമോപചാരത്തിനുള്ള ക്രമീകരണമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയുള്ള മാട്ടൂൽ വേദാംബ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് ഖബറടക്കം നിശ്ചയിച്ചിരുന്നത്. അരമണിക്കൂറിനകം പൊതുദർശന ചടങ്ങുകൾ പൂർത്തീകരിക്കും. പിന്നീട് പ്രാർത്ഥനയും ഖബറിലേക്ക് പോയി മയ്യത്ത് നമസ്കാരവും ഉണ്ടാകും. അതിനുശേഷമാണ് ഖബറടക്കം. കണ്ണൂരിൽ അബ്ദുൽ ജബ്ബാറിൻ്റെ മൃതദേഹം വീട്ടിൽ എത്തിച്ചതിന് ശേഷമുള്ള നിമിഷങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. വളരെ സങ്കടമടക്കാൻ പാടുപെടുന്ന നാട്ടുകാരാണ് ഇവിടെ ഉള്ളത്. കണ്ണീരോടെ നാട്ടുകാർ വേദനയോടെ വിട ചൊല്ലാൻ ഒരുങ്ങുകയാണ് അബ്ദുൽ ജബ്ബാറിന്. കാളർകോടുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച 5 വിദ്യാർത്ഥികളിൽ ഒരാളാണ് അബ്ദുൽ ജബ്ബാർ. അബ്ദുൽ ജബ്ബാറിന് എൻട്രൻസ് പരീക്ഷ എഴുതി തന്നെയായിരുന്നു ഈ ആലപ്പുഴ TDM മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയത്. സംസ്കാരം മാട്ടൂർ വേദാംബർ ജുമാ മസ്ജിദ് ഖബർസ്ഥാൻ നടക്കുമെന്നാണ് അറിയുന്നത്. സജോ ദേവസ്യ വീണ്ടും ചേരുന്നു. സജോ ദേവസ്യ, വലിയൊരു ജനസഞ്ചയം തന്നെ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ടല്ലോ. SKN വലിയൊരു ജനാവലി തന്നെ മുഹമ്മദ് അബ്ദുൽ ജബ്ബാറിന് വിട നൽകാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. കാരണം അവർക്കൊക്കെ ഈ വിയോഗം അവിശ്വസനീയമാണ്. അങ്ങേയറ്റം ഞെട്ടലിലാണ്. നാട്ടിലെ ഒരു മികച്ച വിദ്യാർത്ഥി, വലിയ നേട്ടങ്ങൾ ഇതിനകം തന്നെ അക്കാദമിക രംഗത്ത് കൈവരിച്ച ഒരു വിദ്യാർത്ഥി, അങ്ങനെ അവർക്ക് ഏറ്റവും അടുപ്പക്കാരനായ, പ്രിയപ്പെട്ടവനായ, ഒരു സൗമ്യനായ, മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു, ഒരു യുവാവായിരുന്നു. അങ്ങനെ ഒരു വിയോഗം അപ്രതീക്ഷിതമായ ഒരു ദുരന്തമായി അത് മാറുമ്പോഴുള്ള വേദന, സങ്കടവും ഒക്കെ ഉണ്ട്. അത് താങ്ങാൻ കഴിയാത്ത വൈകാരിക മുഹൂർത്തം നമുക്ക് ഇവിടെ എല്ലാവരിൽ നിന്നും ദർശിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഒരു അപ്രതീക്ഷിതമായ ദുരന്തത്തിന് ഇരയാകേണ്ടി വരുന്നുവെന്ന് വല്ലാത്തൊരു സങ്കടവും ദുഃഖവുമുണ്ട് എന്നതാണ്. കാരണം ഇവിടെ 2 സ്ഥലങ്ങളിലുമായാണ്. നേരത്തെ കുടുംബം പ്രവാസികളായിരുന്നതുകൊണ്ട് തന്നെ ഗൾഫിൽ പഠനം നടത്തിയിരുന്നു. ഗൾഫിൽ സ്കൂൾ കാലയളവ് കുറേയധികം സമയം ചെലവഴിച്ചു. പിന്നീട് നാട്ടിലുമെത്തി. നാട്ടിലാണ് മറ്റു പഠനമൊക്കെ പൂർത്തീകരിച്ചത്. എന്ന് മാത്രമല്ല, അക്കാദമിക രംഗത്ത് മുഹമ്മദിൻ്റെ നേട്ടങ്ങൾ എല്ലാവരും ഇവിടെ വന്നപ്പോൾ നമ്മൾ ഈ നാട്ടുകാരും മറ്റുമൊക്കെ നേരത്തെയും അവർ വലിയ അഭിമാനമായി കണ്ട ഒരു നേട്ടമാണ്. കാരണം കാര്യമായ ഔപചാരിക കോച്ചിങ് ഒന്നുമില്ലാതെ തന്നെ സ്കൂൾ പഠന കാലയളവിൽ തന്നെ സ്വന്തം നിലയ്ക്ക് ശ്രമിച്ച് പഠിച്ച് വളരെ മികച്ച റാങ്കോടുകൂടി എൻട്രൻസ് മാർക്ക് നേടിയ, റാങ്കൊക്കെ നേടിയ ഒരു വിദ്യാർത്ഥി കൂടിയാണ്. അങ്ങനെയാണ് നല്ല നിലയ്ക്കുള്ളൊരു മെറിറ്റ് അഡ്മിഷനൊക്കെ സാധ്യമായത് എന്നവർ പറയുകയായിരുന്നു. അങ്ങനെ ചെറുപ്പകാലം തൊട്ട് അങ്ങനെ ഒരു വൈദ്യശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കാൻ, അങ്ങനെ മോഡേൺ മെഡിസിൻ്റെ ഭാഗമാകാനുള്ള സ്വപ്നമൊക്കെ പങ്കുവെച്ച് അവരുടെ സഹപാഠികൾ, സുഹൃത്തുക്കളുമൊക്കെ ആവർത്തിച്ച് പറയുന്നത് നമ്മൾ കേൾക്കുകയായിരുന്നു. അങ്ങനെ അത്തരം ഒരു സന്ദർഭത്തിലാണ്, അങ്ങനെ സ്വപ്നങ്ങളിലേക്കുള്ളൊരു സഞ്ചാരമായിരുന്നു. ആ യാത്രയുടെ ഭാഗമായാണ് അവിടെ
അഡ്മിഷൻ എടുത്തതും അങ്ങനെ ഒരു യാത്ര ചെയ്തതുമൊക്കെ. ഒപ്പം ഈ വീട്ടിൽ നിന്നാണ് വളരെ സന്തോഷത്തോടു കൂടി, കാരണം ഇവിടെ നിന്ന് കുറച്ച് ദൂരം അകലെയുള്ള കുടുംബ വീടായിരുന്നു നേരത്തെ വെങ്ങര, പഴയങ്ങാടിക്കടുത്തുള്ള വെങ്ങര മുട്ടം എന്ന സ്ഥലത്തായിരുന്നു കുടുംബ വീട്. അവിടെയായിരുന്നു ഇത്രയും കാലം താമസിച്ചുകൊണ്ടിരുന്നത്. കുടുംബം പുതിയൊരു ഭവനം പണിതു, പുതിയൊരു വീട് പണിതു. ആ വീടിൻ്റെ ഗൃഹപ്രവേശന ചടങ്ങിൽ വളരെ സന്തോഷത്തോടു കൂടി ആ പങ്കാളിയായ മുഹമ്മദ് അബ്ദുൽ ജബ്ബാറിനെ എല്ലാവരും ഓർക്കുന്നു. അതിനുശേഷം 2 ആഴ്ച മുൻപ് വീട്ടിലേക്ക് എത്തുകയും ആ വീട്ടുകാരുമായോ ഇവിടെയുള്ള സുഹൃത്തുക്കളും നാട്ടുകാരുമൊക്കെയായി സന്തോഷം പങ്കിട്ട ശേഷമാണ് തിരികെ പഠനം തുടങ്ങുന്നതിൻ്റെ ക്ലാസ്സും മറ്റും തുടങ്ങുന്നതിൻ്റെ ഭാഗമായി വീണ്ടും ആലപ്പുഴയിലേക്ക് പോയത്. അങ്ങനെ അവധി വേളകളിലും സന്ദർഭങ്ങളിലും ഒക്കെ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാൻ വീട്ടിലേക്ക് എത്താൻ ആഗ്രഹിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അങ്ങനെ അവർ പിന്നീട് അങ്ങോട്ടേക്കുള്ള നേട്ടങ്ങൾ സുഹൃത്തുക്കളുമായി പങ്കുവച്ചു. അങ്ങനെയുള്ള ആളുകൾ, ഇവിടുത്തെ ജനപ്രതിനിധികളും സുഹൃത്തുക്കളും ഒക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ ആ ദുഃഖവും ആ വേദനയും ഒക്കെ പങ്കുവയ്ക്കുകയായിരുന്നു. അങ്ങനെ അകാലത്തിലുള്ളൊരു വിയോഗം അങ്ങേയറ്റം അപ്രതീക്ഷിതമായിരുന്നു. അത് പക്ഷേ ഇപ്പോൾ ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ കൺമുന്നിൽ വന്നു നിൽക്കുന്നു. പക്ഷെ അപ്പോഴും അതൊരു താങ്ങാനാവാത്ത വേദനയായി മാറുന്നു. കാരണം ഈ സന്തോഷത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ആലപ്പുഴയിലേക്ക് മുഹമ്മദ് പോയത്. പക്ഷേ തിരികെ വരുന്നത് അങ്ങേയറ്റം ദുഃഖവുമായാണ്. എല്ലാവർക്കും അത് നെഞ്ചുപൊട്ടുന്ന വേദന സമ്മാനിക്കുന്നു എന്നതാണ് സങ്കടകരമായൊരു കാര്യമായി ആവർത്തിച്ച് പറയേണ്ടത്. ഒപ്പം സഹോദരങ്ങളുണ്ട്. സഹോദരങ്ങളുമായി ഒക്കെ ഉള്ള ആത്മബന്ധമൊക്കെ കുടുംബാംഗങ്ങളും ബന്ധുക്കളുമൊക്കെ ആയവർ നേരത്തെ പറയുകയായിരുന്നു. ഇവിടെയുള്ള നാട്ടുകാരുമൊക്കെ പറയുകയായിരുന്നു. അവർക്കും താങ്ങാനാകാത്ത ഒരു വിയോഗം തന്നെയാണ്. പിതാവും പ്രവാസിയായി സൗദിയിൽ ഇരുന്നുകൊണ്ടാണ് ഈ സങ്കട വാർത്ത അറിഞ്ഞത്. അങ്ങനെയാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് വളരെ വേഗത്തിൽ തന്നെ പിന്നീട് യാത്ര ചെയ്ത് നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. അങ്ങനെ സങ്കടക്കടലാകുന്നുണ്ട് മാട്ടൂലെന്ന അജോ ദേവസിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ മരിച്ച മുഹമ്മദ് അബ്ദുൽ ജബ്ബാറിൻ്റെ മൃതദേഹം കണ്ണൂരിലെ വീട്ടിലെത്തിച്ചു. സങ്കടകരമായ നിമിഷങ്ങൾ തന്നെയാണ് ആ വീടും സാക്ഷ്യം വഹിക്കുന്നത്. നിങ്ങൾക്കറിയുന്ന പോലെ കളർകോട്ട് 5 മെഡിക്കൽ വിദ്യാർത്ഥികളാണ് വാഹനാപകടത്തിൽ മരിച്ചത്.